മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ മുൻ വിജിലൻസ് ഡയറക്ടർമാർ ഇടപെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസ് സത്യവാങ്മൂലം സമർപ്പിച്ചു. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, മാണിയെ രക്ഷിക്കാൻ മുൻ വിജിലൻസ് ഡയറക്ടർമാർ ഇടപെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ ADGP സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, ബാർക്കോഴ കേസ് അട്ടിമറിയിൽ മുൻ വിജിലൻസ് ഡയറക്ടർമാരുടെ ഇടപെടൽ തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP R സുകേശനുമേൽ വിജിലൻസ് ഡയറക്ടർമായിരുന്ന വിൻസെന്റ് M പോളും ശങ്കർ റെഡ്ഡിയും സമ്മർദ്ദം ചെലുത്തി എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP R സുകേശൻ തനിക്കുമേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആണ് തനിക്ക് അത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പീപ്പിൾ ഉൾപ്പെടെയുള്ള നമ്മൾ ഉൾപ്പെടെ അത് വാർത്ത സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം തുടർന്നിങ്ങോട്ട് പിന്നീട് ശങ്കർ റെഡ്ഡി ഇടപെട്ടതിന് ശേഷം R സുകേശന് ഇത് തിരുത്തി നൽകേണ്ടി വന്നു എന്നുള്ളതാണ് അന്ന് പിന്നീട് പുറത്തു വന്ന വാർത്തകൾ. അല്ലെങ്കിൽ KM മാണിയെ വെള്ളപൂശുന്ന നിലപാട് സുകേശന് സ്വീകരിക്കേണ്ടി വന്നു. അത് ശങ്കർ റെഡ്ഡിയുടെയും വിൻസെന്റ് M പോളിൻ്റെയും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു എന്നും അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് KM മാണിയെ വെള്ളപൂശിക്കൊണ്ട് KM മാണിക്ക് ബാർക്കോഴ കേസിൽ പങ്കില്ല, അതിന് വ്യക്തമായ തെളിവുകൾ ഇല്ല എന്ന് സുകേശൻ വ്യക്തമാക്കിക്കൊണ്ട് സുകേശൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുകേശൻ തന്നെ ഈ കോടതിയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകുകയും ആ തുടരന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിടുകയും അതിന്മേൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് ഇതിനിടയിലാണ് പൊതുപ്രവർത്തകനായിട്ടുള്ള പായിച്ചിറ നവാസ് കോടതിയിൽ പ്രത്യേക ഹർജി കൊടുത്തു. ശങ്കർ റെഡ്ഡി, അതായത് മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയെയും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുകേശനും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തി എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹവും കോടതിയിൽ ഹർജി നൽകി. ആ ഹർജി കോടതി അംഗീകരിച്ചു. 8-9 ഭാഗങ്ങളിൽ, അതായത് റിപ്പോർട്ട് കേസ് ഡയറിയുടെ 8-9 ഭാഗങ്ങളിൽ തിരുത്തൽ ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ, അതായത് ശങ്കർ റെഡ്ഡിക്കെതിരെയും അതോടൊപ്പം SP സുകേശിനെതിരെയും അന്വേഷണം നടത്തി 45 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രേഖ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാവുകയാണ്. ദിനകറിലേക്ക് വരാം. ഇപ്പോൾ പായിച്ചിറ നവാസ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പായിച്ചിറ നവാസ്, താങ്കൾ നൽകിയതുപോലെ താങ്കളുടെ ഹർജി പ്രകാരം തന്നെ ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ മുൻ വിജിലൻസ് ഡയറക്ടർമാർ കേസിൽ ഇടപെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടി DGP സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ ബാർക്കോഴ കേസിന്റെ ആദ്യ അന്വേഷണത്തിൽ തന്നെ ഇത് അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പൊതുസമൂഹം വിധിയെഴുതിയ കാര്യമാണ്. ഇതിന് ഒരു നിയമസാധ്യതയും ഇല്ലാതെ തന്നെ പൊതുജനങ്ങൾക്ക് ഇതറിയാമായിരുന്നു. ഈ ബാർക്കോഴ കേസ് തുടങ്ങിയ സമയത്ത് തന്നെ ഇത് അട്ടിമറിക്കാൻ പല കളികളും ഇതിനിടക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും ഉദാഹരണമാണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ സുകേശൻ സാറ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ അന്വേഷണ ഘട്ടത്തിന്റെ പല പ്രാവശ്യവും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ മാനസിക സമ്മർദ്ദത്തിലാണ് ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നത് എന്ന് സുകേശൻ സാർ പല മാധ്യമങ്ങളിലൂടെയും പല സുഹൃത്തുക്കളോടെയും വ്യക്തമാക്കിയ കാര്യമാണ്. അതിനുശേഷം രണ്ടാമത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടു. തിരുവനന്തപുരം വിജിലൻസ് കോടതി രണ്ടാമതൊരു ഉത്തരവിട്ടു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന്. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ ശങ്കർ റെഡ്ഡി സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസിൽ KM മാണി സാർ കുറ്റക്കാരനല്ല എന്ന് എഴുതേണ്ടി വന്നതെന്നും കേസ് ശങ്കർ റെഡ്ഡി സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നതെന്നും ശാസ്ത്രീയമായ തെളിവുകളോ മറ്റു കാര്യങ്ങളോ വേണ്ട സമയമോ എനിക്ക് ശങ്കർ റെഡ്ഡി സാർ അനുവദിച്ചില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന ശ്രീ ജേക്കബ് തോമസ് സാറിന് അദ്ദേഹം രേഖാമൂലം കത്ത് നൽകുകയും കേസ് ഡയറിയിൽ തന്നെ പല ഭാഗങ്ങളിലും അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അട്ടിമറിച്ചത് എന്ന് 100% ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ കേസ് തുടക്കത്തിൽ തന്നെ, ഈ കേസ് വന്നപ്പോൾ തന്നെ പറഞ്ഞത് വിൻസെന്റ് M പോൾ സാർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിന് പാരിതോഷികമായി വിവരാവകാശ കമ്മീഷണർ സ്ഥാനം നൽകാനുള്ള തീരുമാനമുണ്ട്, വിവരാവകാശ കമ്മീഷണർ സ്ഥാനം നൽകിയിട്ടുണ്ട്, 100% ഈ പരാതി ശരിവെച്ചു.
തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അത് തന്റെ മേലുണ്ട് എന്ന് പലതവണ ആവർത്തിച്ചതാണ് സുകേശൻ, പല ഘട്ടങ്ങളിലും ആവർത്തിച്ചതാണ്. എന്തായാലും ഈ ഒരു സ്ഥിതിവിശേഷം വരെ എത്തി നിൽക്കുമ്പോൾ വിജിലൻസ് ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണ്ടേ അനുമാനിക്കാൻ? കാരണം ഞാനൊരു ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയതിന്റെ പേരിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഡയറി പരിശോധിക്കുകയും കേസ് ഡയറിയുടെ 8-9 വോള്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും അസ്വാഭാവികമായ പല നടപടികൾ കാണുകയും ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ വിജിലൻസ് ഡയറക്ടർ, ഇപ്പോഴത്തെ പുതിയ വിജിലൻസ് ഡയറക്ടർ ശ്രീ ജേക്കബ് തോമസ് സാറ് ഒരു അഫിഡവിറ്റ് കൂടി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. അതിലാണ് പറയുന്നത് ശങ്കർ റെഡ്ഡിയും മുൻ വിജിലൻസ് ഡയറക്ടർ വിൻസൻ എംബോൾ സാറും ശക്തമായ ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാണ് സുകേശൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് സുകേശൻ സാറ് വിജിലൻസ് ഡയറക്ടർക്കും വിജിലൻസ് കോടതിയിലും രേഖാമൂലം കത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നും ഈ അട്ടിമറി നടക്കുന്നതിന് സുകേശൻ സാറിന്റെ മേൽ ശങ്കർ റെഡ്ഡിയും വിൻസൻ എംബോൾ സാറും സമ്മർദ്ദം ചെലുത്തിയെന്ന് തെളിഞ്ഞുകയാണ്. ഇത് ശങ്കർ റെഡ്ഡി എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അത്തരത്തിൽ അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തു. അതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജേക്കബ് തോമസ് തന്നെ ഇത്തരത്തിൽ ഒരു മെമ്മോ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ശങ്കർ റെഡ്ഡി അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP സുകേശിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി എന്ന് ഡയറക്ടർ തന്നെ പറയുമ്പോൾ അതിന് എന്തടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാവുക? ഇതിന്റെ ആദ്യം മുതൽ തന്നെയുള്ള അന്വേഷണങ്ങൾ മൊത്തവും 5000-ഓളം വരുന്ന കേസ് ഡയറിയുടെ ഭാഗങ്ങൾ, 5000-ഓളം വരുന്ന കേസ് ഡയറി തിരുവനന്തപുരം വിജിലൻസിന്റെ പ്രത്യേക ജഡ്ജി ശ്രീ A. ബദറുദ്ദീൻ സാർ പ്രത്യേകം പരിശോധിച്ചതിന് ശേഷം 8-9 വോള്യങ്ങളിലാണ് കൂടുതൽ തിരുത്തലുകളും വെട്ടിത്തിരുത്തലുകളും പ്രശ്നങ്ങളും ഉള്ളതെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ 8-9 പ്രത്യേകം ഒരു ദിവസം അതിന്റെ പകർപ്പെടുത്തി വെച്ച് പരിശോധിച്ചു. ആ പകർപ്പെടുത്തി വെച്ച് പരിശോധിച്ചതിൽ നിന്നും വളരെ വ്യക്തമായ കാര്യങ്ങളാണ് കേസ് ഡയറിയിൽ വെട്ടിത്തിരുത്തലുകൾ ഉണ്ട്. ഈ സുകേശൻ സാർ ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്ന കത്തിന് ആസ്പദമായിട്ടുള്ള പല കാരണങ്ങളും അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടായതായിട്ടുള്ള പല വെളിപ്പെടുത്തലുകളുമായി 8-9 വോള്യങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യം വന്നതാണ്. ഈ റിപ്പോർട്ടൊക്കെ ഇപ്പോൾ ജേക്കബ് തോമസ് സാർ കൊടുത്ത ഈ റിപ്പോർട്ടൊക്കെ കോടതിക്ക് അതിനുശേഷം കിട്ടിയ കാര്യങ്ങളാണ്. പിന്നെ ആ 8-9 വോള്യങ്ങൾ പരിശോധിക്കുന്നതോടൊപ്പം പരിശോധിച്ചപ്പോൾ ചില കൃത്രിമങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും വിജിലൻസ് ഡയറക്ടർ തന്നെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം. നവാസ്, താങ്കൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് മുൻ വിജിലൻസ് ഡയറക്ടർ ആയിട്ടുള്ള ശങ്കർ റെഡ്ഡിക്കും അതോടൊപ്പം തന്നെ SP സുകേശിനെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സമർപ്പിച്ചു. ആ ഹർജിമേൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിടുകയും ചെയ്തു. 45 ദിവസത്തിന് ശേഷം ഇത്തരത്തിൽ അന്വേഷണം നടത്തി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താങ്കൾ അത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്യാനിടയുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഫയൽ ചെയ്യാനിടയായ കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ആദ്യം മുതലേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള പൊതു താല്പര്യം അനുസരിച്ച് അന്വേഷിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 2016 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ശ്രീ സുകേശൻ സാറ് തിരുവനന്തപുരം വിജിലൻസിന്റെ പ്രത്യേക കോടതിയിൽ ഒരു ഹർജി നൽകുന്നത്. ആ ഹർജിയിലെ 2 പേജിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം ആ ഹർജിയിൽ വ്യക്തമായി ശങ്കർ റെഡ്ഡി സാറിന്റെയോ വിൻസൻ എംബോൾ സാറിന്റെയോ പേര് പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ഓഫീസറാണ്. അദ്ദേഹത്തിന് പിന്നെ ചിലപ്പോൾ സർവീസിൽ തന്നെ തുടരാൻ ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരും. അതുകൊണ്ട് ഹർജിയിൽ അദ്ദേഹം പ്രത്യക്ഷമായിട്ടല്ലാതെ തന്നെ പരോക്ഷമായിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വ്യക്തമായ സമയം ഒരു കേസ് അന്വേഷിക്കാൻ അനുവദിക്കുന്ന സമയം ഇതിന് അനുവദിച്ചില്ല, തെളിവുകൾ പരിശോധിക്കാൻ അനുവദിച്ചില്ല, കിട്ടിയ തെളിവുകൾ തന്നെ ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ തന്നെ അനുവദിച്ചില്ല എന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിജിലൻസ് കോടതിയിൽ തന്നെ കുറ്റസമ്മത മൊഴി കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്തിന് മുഖവിലക്കെടുക്കാതിരിക്കണം? ആ ഹർജിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിന്നെ എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് കേസ് ഡയറിയിലെ പല ഭാഗങ്ങളിലും വെട്ടിത്തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പൊതുപ്രവർത്തകനായ രീതിയിൽ എനിക്കറിയാൻ കഴിഞ്ഞു. ആ ഒരു 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജിയും കേസ് ഡയറി 5000-ഓളം വരുന്ന കേസ് ഡയറിയും സുകേശൻ സാർ നൽകിയ ഹർജിയും ഒക്കെ
തലമുടി 4 ഇഴ പരിശോധിച്ചതിന് ശേഷമാണ് വിജിലൻസ് കോടതി ഇങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശങ്കർ റെഡ്ഡി സാറിനെതിരെയും സുകേശൻ സാറിനെതിരെയും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അല്ലാതെ എന്റെ ഒരു ഹർജി കിട്ടിയ പാടെ വിജിലൻസ് കോടതി അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയതല്ല. ഇതിന്റെ 5000-ഓളം വരുന്ന കേസ് ഡയറികൾ പരിശോധിച്ചതിന് ശേഷം, സുകേശൻ സാർ കൊടുത്ത ഹർജി പരിശോധിച്ചതിന് ശേഷം, ഞാൻ കൊടുത്ത ഹർജിക്ക് ശേഷം വിജിലൻസ് ഡയറക്ടർ ശ്രീ ജേക്കബ് തോമസ് സാർ ഇതിനെക്കുറിച്ച് റിമാർക്സ്, ഇതിനെക്കുറിച്ച് സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തു. ഇത് 3ഉം കൂടി കണക്കിലെടുത്താണ് അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ പായ്ച്ചറ നവാസ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ദിനകർ, അതുതന്നെയാണ് എന്തായാലും വ്യക്തമായ തെളിവുകൾ ഈ ഒരു അവസരത്തിൽ സത്യവാങ്മൂലത്തിലൂടെ സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും വിൻസെന്റ് എം പോൾ, ശങ്കർ റെഡ്ഡി എന്നിവർക്കെതിരെ ഒരു ശക്തമായ നടപടി ഉടൻ ഉണ്ടാകുമെന്ന ഉള്ള ഒരു സൂചനകൾ കൂടിയാണോ ലഭിക്കുന്നത്? മഞ്ജു, സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ DGP വിജിലൻസിന് പുതിയ ഡയറക്ടർ ജേക്കബ് തോമസ് ചുമതല ഏറ്റെടുത്തു. അതിനുശേഷം ഇക്കാര്യങ്ങളിൽ ബാർക്കോഴ കേസിൽ ഉൾപ്പെടെ ശക്തമായ അന്വേഷണവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കേണ്ടി വരും. ഒപ്പം കോടതിയും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് ഇതുവരെ അനുമാനിക്കാൻ. ശങ്കർ റെഡ്ഡിക്കെതിരെയും അതോടൊപ്പം തന്നെ വിജിലൻസ് SP ആയിരുന്ന സുകേശിനെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. 45 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അട്ടിമറി കേസ് ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് ഇവർക്കെതിരെ അന്വേഷണം നടക്കുന്നത്. നേരത്തെ KM മാണി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വിജിലൻസ് കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് പല ഘട്ടങ്ങളിലും ഇപ്പോൾ KM മാണി കുറ്റക്കാരനാണ് എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ KM മാണിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പല ഉന്നത ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ, അല്ലെങ്കിൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ജു, വ്യക്തമാണ്. എന്തായാലും മുൻ വിജിലൻസ് ഡയറക്ടർമാർക്കെതിരെ തെളിവുകൾ ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് ജേക്കബ് തോമസ്. എന്തായാലും ബാർക്കോഴ കേസിൽ മുൻ വിജിലൻസ് ഡയറക്ടർമാർ ഇടപെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. സുകേഷിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയെന്ന് പലതവണ ആവർത്തിച്ചതാണ് ഈ ഒരു വിഷയം. നേരത്തെ തന്നെ സുകേഷൻ അക്കാര്യത്തിന് കൂടുതൽ തെളിവുകളോടെ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ മുൻ വിജിലൻസ് ഡയറക്ടർമാർ ഇടപെട്ടു എന്നതിനുള്ള വ്യക്തമായ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. ശങ്കർ റെഡ്ഡിയും വിൻസെന്റ് എം പോളും സമ്മർദ്ദം ചെലുത്തിയെന്ന് സുകേശൻ പറഞ്ഞിരിക്കുന്നു. സുകേശൻ രേഖാമൂലം നൽകിയ മറുപടി ജേക്കബ് തോമസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടർ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്തായാലും ബാർക്കോഴ കേസിൽ ശക്തമായ ഇടപെടൽ മുൻ വിജിലൻസ് ഡയറക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ, ഒരു അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. ശങ്കർ റെഡ്ഡിയും വിൻസെന്റ് എം പോളും വിജിലൻസ് SP ആയിരുന്ന സുകേഷിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നുള്ള, മാണിയെ രക്ഷിക്കാൻ ശക്തമായ സമ്മർദ്ദം ഈ ഒരു വിഷയത്തിൽ നടത്തിയിരുന്നു എന്നതിനുള്ള തെളിവുകൾ വിജിലൻസ് ഡയറക്ടർ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, ശക്തമായ ഇടപെടൽ നടത്തിയെന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ജേക്കബ് തോമസ്. എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിലെ മറ്റു വിവരങ്ങൾ? അഞ്ജു, അതായത് ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ മുൻ വിജിലൻസ് ഡയറക്ടർമാർ കൂട്ടുനിന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് DGP, അതായത് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് കോടതിയിൽ നൽകിയ മെമ്മോയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ശങ്കർ റെഡ്ഡി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു എന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് സുകേശന് അത്തരത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് എന്നും വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ്, മെമ്മോയാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് ശങ്കർ റെഡ്ഡി സുകേശനോട് പറഞ്ഞിരിക്കുന്നു, ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടാൽ മതി എന്ന ഒരു നിലപാട് ആണ് അദ്ദേഹം കൈക്കൊണ്ടത്. ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് കീഴുദ്യോഗസ്ഥർ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ശങ്കർ റെഡ്ഡി സുകേശനോട് പറഞ്ഞത്.
അതനുസരിച്ച് സുകേശൻ പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം KM മാണി ബാർ കോഴ കേസിൽ KM മാണിക്കെതിരെ ആദ്യ റിപ്പോർട്ട് സുകേശൻ സമർപ്പിച്ചത് നമുക്കറിയാം. പല തെളിവുകളുമുണ്ട്, ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുകേശൻ ആദ്യം റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ പല തെളിവുകളും അദ്ദേഹം ഹാജരാക്കുകയും ചെയ്തു. KM മാണി തന്റെ വസതിയിൽ വെച്ചും അതോടൊപ്പം തന്നെ തുടരുക. ഇപ്പോൾ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ബാർകോഴ കേസ് അട്ടിമറിക്കാൻ മുൻ വിജിലൻസ് ഡയറക്ടർമാർ ഇടപെട്ടു എന്നതിനുള്ള തെളിവുകൾ സത്യവാങ്മൂലത്തിലൂടെ ജേക്കബ് തോമസ് സമർപ്പിച്ചിരിക്കുകയാണ്. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? അല്ല, ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ്. ഒരു DGP ഇതുപോലും തന്റെ മുൻ ആ സ്ഥാനം വഹിച്ചിരുന്ന 2 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വിപ്പോളും ശങ്കർ റെഡ്ഡിയും ഈ 2 പേർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ബാർകോഴ കേസ് അട്ടിമറിക്കാൻ അവർ നിർദ്ദേശം നൽകി എന്ന് രേഖാമൂലം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ പോലീസിന്റെ അകത്ത് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും വലിയ വിവാദവും ഉണ്ടാക്കാൻ പോരുന്നതാണ്. യഥാർത്ഥത്തിൽ വിൻസൻ എംപോൾ കറതീർന്ന ഒരു വ്യക്തിത്വത്തിനുടമ എന്ന് പേര് കിട്ടിയയാളാണ്. ശങ്കർ റെഡ്ഡി ആ സ്ഥാനത്തേക്ക് വിൻസൻ എംപോളിന് ശേഷം വന്നയാളാണ്. അതും ജേക്കബ് തോമസിനെ അഡീഷണൽ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം ആ ചുമതല ഡയറക്ടർ ജനറലിന്റെ പോസ്റ്റാണ് അദ്ദേഹം ശങ്കർ റെഡ്ഡിക്ക് കൊടുത്തത്. അതിനെതിരെയും അന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ കേസ് ബാർകോഴ കേസ് അട്ടിമറിക്കാൻ സുകേശിന് മേൽ സമ്മർദ്ദം ഉണ്ടായി. ആ സമ്മർദ്ദം 2 ഉദ്യോഗസ്ഥന്മാരുടെ DGP അല്ല ഡയറക്ടർമാരുടെ സ്ഥാനത്ത് നിന്നാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചില്ലറയല്ല. സ്വാഭാവികമായിട്ടും വലിയ ഒരു ചർച്ചയ്ക്ക്, വിവാദങ്ങൾക്ക്, നിയമ നടപടികൾക്കും അത് കാരണമാവും, സംശയമില്ല. തീർച്ചയായും അത് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം തനിക്കുമേൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പലതവണ ആവർത്തിച്ചതാണ് സുകേശൻ. ഇപ്പോഴും അക്കാര്യം തന്നെ DGP നൽകിയ സത്യവാങ്മൂലത്തിലും പറയുന്നു. എന്തായാലും മേലുദ്യോഗസ്ഥർ പറയുന്നത് കീഴുദ്യോഗസ്ഥർ അനുസരിച്ചാൽ മതി എന്നുള്ള ഒരു ധാർഷ്ട്യം, അത്തരമൊരു മനോഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? ഇത്തരം കാര്യങ്ങളില് സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിശ്വാസത്തിലെടുക്കുകയാണ് മേലുദ്യോഗസ്ഥർ ചെയ്യാറ് പതിവ്. ഇവിടെ സുകേശിനാണ് അന്വേഷണം നടത്തിയത്. പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ SP സുകേശനായിരുന്നു. പക്ഷേ അദ്ദേഹം മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞത് കേട്ടാൽ മതി എന്ന നിർദ്ദേശം അദ്ദേഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ മുൻപ് DGP ആയിരുന്ന ജേക്കബ് ന്യൂസ്, മുൻപ് അദ്ദേഹം DGP ആയിരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്തു. അന്നൊരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നത് മേലുദ്യോഗസ്ഥന്റെ തെറ്റായ ഉത്തരവുകൾ അനുസരിക്കാൻ കീഴുദ്യോഗസ്ഥർക്ക് ബാധ്യതയില്ല എന്നായിരുന്നു അദ്ദേഹം അന്ന് പരസ്യമായിട്ട് പറഞ്ഞിരുന്നത്, ഉത്തരവ് നൽകിയിരുന്നത്. മേലുദ്യോഗസ്ഥർ പറയുന്ന തെറ്റായ ഉത്തരവുകൾ അനുസരിക്കാൻ കീഴുദ്യോഗസ്ഥർക്ക് ബാധ്യതയില്ല, അനുസരിക്കേണ്ടതില്ല എന്നാണ്. ഇപ്പോൾ സുകേശിനോട് മേലുദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന് പറയുന്നത്, ഞാനത് പറയുന്നു ശരിവെക്കുകയല്ല, അത് പറഞ്ഞു എന്ന് പറയുന്ന സംഭവം തീർച്ചയായിട്ടും അതിന് വിപരീതമായ ഒരു നിർദ്ദേശമാണ്. മേലുദ്യോഗസ്ഥന്മാർ പറയുന്ന എന്തുത്തരവും തെറ്റോ ശരിയോ ആയിക്കൊള്ളട്ടെ, അത് അന്വേഷിക്കേണ്ട, ശരിയോ തെറ്റോ എന്ന് നോക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും അത് കീഴുദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു കൊള്ളണം, അതിനുള്ള ബാധ്യതയാണ് കീഴുദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോൾ മുൻപ് ജേക്കബ് ന്യൂസ് നൽകിയ ഉത്തരവിന് വിപരീതമാണിത്. എന്തൊക്കെയാണെങ്കിലും ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണ്. എന്തായാലും ഇത്തരത്തിൽ വ്യക്തമായ ഒരു തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ കൂടി നൽകുമ്പോൾ ശങ്കർ റെഡ്ഡിക്കും വിൻസൻ എംപോളിനുമെതിരെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുന്ന സൂചനകൾ കൂടിയല്ലേ ലഭിക്കുന്നത്? അതെ, എന്താണെങ്കിലും വ്യക്തമായ സൂചനയുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം. പക്ഷേ ജേക്കബ് തോമസ് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം തന്നെ ഇന്നത്തെ പത്രങ്ങളിലാണ് വന്നിരിക്കുന്നത്, IAS ഉദ്യോഗസ്ഥന്മാർ മലബാർ സിമന്റ്സ് MD-ക്കെതിരെ വിജിലൻസ് ഡയറക്ടർ നടത്തിയ അന്വേഷണം അതിൽ അപാകതയുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ആളല്ല എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്കും അറിവുള്ളത്. IAS ഉദ്യോഗസ്ഥന്മാരൊക്കെയും ജേക്കബ് തോമസിന്റെ നടപടികൾ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജേക്കബ് തോമസ് ഒരു മുൾമുനയിലാണ് നിൽക്കുന്നത്. ഒരു വശത്ത് അഴിമതിക്കെതിരെ പോരാടുമ്പോൾ ആ പോരാട്ടം ഒരു പഴുതും ഇല്ലാത്തതായിരിക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും മലബാർ സിമന്റ്സ് ഡയറക്ടർ MD ആയിരുന്ന ആള് അദ്ദേഹം ഒരു തരത്തിലും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നയാളല്ല എന്ന കാര്യവും കൂടി IAS ഉദ്യോഗസ്ഥന്മാരാണ് മുഖ്യമന്ത്രിയുടെ കാണിച്ചിരിക്കുന്നത് എന്ന കാര്യവും ജേക്കബ് തോമസ് കാര്യമാണ്.
ശ്രീ ജേക്കബ് ജോർജ് ദയവായി തുടരുക. ഇപ്പോൾ ആന്റണി രാജു കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആന്റണി രാജു, ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ മുൻ വിജിലൻസ് ഡയറക്ടർമാർ ഇടപെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. ശങ്കർ റെഡ്ഡിയും വിൻസനും പോളും സമ്മർദ്ദം ചെലുത്തി എന്ന് സുകേഷൻ അത് പലതവണ ആവർത്തിച്ചതാണ്. ഇക്കുറി സത്യവാങ്മൂലത്തിലും ആ ഒരു മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? അല്ല, ഇത് അങ്ങേയറ്റം വളരെ വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം മൂടിവയ്ക്കപ്പെട്ട സത്യങ്ങൾ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരെയുള്ള വ്യക്തമായ നിലപാട് ഓരോ ദിവസവും ബോധ്യപ്പെടുന്ന പ്രവർത്തനമാണ് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റം, ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റം അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഇതുപോലുള്ള കേസുകളിൽ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം കണ്ണും കാതും ഓർത്ത് ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രദ്ധിച്ചൊരു കേസായിരുന്നിട്ട് പോലും ഇത്തരം അട്ടിമറി പ്രവർത്തനം നടത്താൻ എങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായി തയ്യാറായി എന്നുള്ളതാണ് കേരള ജനതയെ അങ്ങേയറ്റം ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുത. തീർച്ചയായിട്ടും ഈ കേസ് പുതിയ മാനങ്ങളിലേക്ക് പോവുകയാണ്. ഇത് ഡെമോക്രസിന്റെ വാള് പോലെ ശ്രീ KM മാണിയുടെയും അതുപോലെ തന്നെ അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെയും അന്നത്തെ ഭരണകർത്താക്കളുടെയും തലയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ആരുടെ തലയുടെ മുകളിൽ എപ്പോൾ വീഴുമെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓരോ ദിവസവും പുതിയ മാനങ്ങളിലേക്ക് കേസ് പോവുകയാണ്. ഇതിന്റെ സത്യം എന്തായാലും അറിയണമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആഗ്രഹമുണ്ട്. ആ വഴിക്കാണ് ഇപ്പോൾ കേസിന്റെ ഓരോ ദിവസത്തെ അന്വേഷണത്തിന്റെ പുരോഗതി നീങ്ങുന്നത്. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ എന്നായാലും പുറത്തു വരേണ്ടതുണ്ട്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. തീർച്ചയായും അന്വേഷണം അതിന്റെ ശരിയായ ദിശയിൽ തന്നെ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വിജിലൻസിൽ തന്നെ ഒരാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വിജിലൻസ് തയ്യാറെടുക്കുമ്പോൾ അത് കൂട്ടിലടിച്ച തത്തയല്ല. അഴിമതി ആര് ചെയ്താലും അവരെ പുറത്തു കൊണ്ടുവരുവാനുള്ള ശക്തമായ നടപടി അത് വിജിലൻസ് ഡയറക്ടർ സ്വീകരിക്കുന്നു എന്നതിന്റെ ശക്തമായ ഒരു സൂചനകൾ കൂടി ഈ ഇതിൽ നിന്ന് വായിച്ചെടുക്കണ്ടേ? തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇതിന്റെ തലപ്പത്തിരുന്ന് പ്രവർത്തിച്ച IPS ഉദ്യോഗസ്ഥന്മാരാണ്. DGP റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അട്ടിമറിയായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായ സത്യങ്ങൾ പുറത്തു വരണം. ഈ കേസിന്റെ പിന്നിൽ അങ്ങനെ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര ഉന്നതനായാലും അത് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. കാരണം ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് ഇത് അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ നമ്മൾ ജനങ്ങൾ അറിയാതെ പോകുന്ന കേസുകളിലൊക്കെ സാധാരണക്കാരുടെ ബന്ധപ്പെട്ട കേസുകളിലൊക്കെ എന്തെല്ലാം തിരിമറികൾ നടക്കുന്നു എന്നുള്ള ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൽ മുഖം നോക്കാതെ എത്ര ഉന്നതനാണെങ്കിലും അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ ശ്രീ ജേക്കബ് തോമസിന്റെ ഈ സത്യവാങ്മൂലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തമായ പിന്തുണ നൽകുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം. ശ്രീ ആന്റണി രാജു, തിരികെ എത്താം. ഇപ്പോൾ ബിജു രമേശ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ബിജു രമേശ്, ജേക്കബ് തോമസ് കോടതിയിൽ നൽകിയ മെമ്മോയിലാണ് ഒരു കാര്യം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി സുകേശന് മേൽ സമ്മർദ്ദം ചെലുത്തി, അല്ലെങ്കിൽ സുകേശൻ കേട്ടത്, സുകേശൻ പ്രവർത്തിച്ചത് തൻ്റെ മേലുദ്യോഗസ്ഥരുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്ന മെമ്മോയാണ് ഇപ്പോൾ ജേക്കബ് തോമസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമുക്കിത് നേരത്തെ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിൻസൻ പോൾ സാറിന് അന്ന് തന്നെ ചില ഈ രാഷ്ട്രീയം സ്ഥാനത്ത് ഇരിക്കുന്നവർ തന്നെ പറഞ്ഞാൽ വിൻസൻ പോൾ സാറിനെ സ്വാധീനിക്കുന്നതിലേക്ക് വേണ്ടി ഒരു ചില ഓഫറുകൾ വെച്ച് നീട്ടുന്നുണ്ട്. അതുവഴി ആണ് കാര്യങ്ങൾ കേസ് സെറ്റിൽ ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള സെറ്റിൽമെന്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് എഗ്രി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പുതിയൊരു സ്ഥാനം വാങ്ങിച്ചു പോയത്. അപ്പൊ അതും സത്യത്തിൽ ആക്ച്വലി വാങ്ങുന്നതിന് തുല്യമാണ്. സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി ഒരു ക്ലെയിമിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന മേലുദ്യോഗസ്ഥൻ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ക്രിമിനൽ ഒഫൻസാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും കേസ് തീരാതെ വന്നപ്പോഴാണ് ശങ്കർ റെഡ്ഡി സത്യയിലേക്ക് കൊണ്ടുവന്നത്. അത് DGP അല്ലാത്ത അദ്ദേഹത്തെ DGP ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്തിട്ടാണ് ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. അത് തന്നെ ആ സമയത്ത് നമ്മൾ വളരെ സ്ഥിതിയാണ്. കാരണം ശങ്കർ റെഡ്ഡി സാറ് ഇതിനു മുമ്പ് അവർക്കെതിരെ അന്വേഷിച്ചിട്ടുള്ള കണ്ണൂർ കേസ്, മലപ്പുറത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത് CBI വിജിലൻസ് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ആ കേസിൽ വളരെ വിചിത്രമായ ഒരു റിപ്പോർട്ട് എഴുതിക്കൊണ്ടാണ് ഈ പറയപ്പെടുന്ന K. ബാബു അടക്കമുള്ളവരെ
1,14,000 മരം മുറിച്ച് വിറ്റിട്ട് അത് പൈസ സർക്കാരിന്റെ ഖജനാവിൽ കണ്ടിട്ടുള്ള മരം എവിടെ പോയെന്നും അറിയില്ല. ആ ഒരു അവസ്ഥയിലുള്ള വലിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അവിടെ നടത്തിയിരിക്കുകയാണ്. ആ കേസ് CBI ആദ്യം അന്വേഷിക്കാൻ പറഞ്ഞു. വിജിലൻസിനോട് CBI ആവശ്യം അന്വേഷിക്കാൻ. അത് വിജിലൻസ് അന്വേഷിച്ചില്ല. അതിലേക്ക് ലോകായുക്ത ആവശ്യത്തിന് അതുപോലും നേരെ അതിന്റെ ഉത്തരവ് റിപ്പോർട്ടുകളും ഒക്കെ വളരെ വിചിത്രമായ രീതിയിൽ എഴുതിയുണ്ടാക്കി. അതിലൂടെ അവരുടെ സ്നേഹം മാത്രമാവുകയും എങ്ങനെയാണ് കേസിനെ വളച്ചൊടിക്കാൻ കഴിയുന്നതെന്ന് വളരെ വ്യക്തമാക്കി ഒരു ചിത്രം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരെ ഈ കള്ളന്മാരെ രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് ശങ്കർ റെഡ്ഡി ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവരികയും അതനുസരിച്ച് കേസ് സാധ്യമാക്കപ്പെടുകയും ചെയ്തത്. അതിന്റെ ഈ പറയപ്പെടുന്ന സുകേഷിന് സമ്മർദ്ദം ചെലുത്തിയെന്ന് സുകേഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തവമാണ്. കാര്യം ആദ്യം ഉണ്ടായ റിപ്പോർട്ടുകളും രണ്ടാമത് വന്നതിലുള്ള മാറ്റങ്ങളും എല്ലാം ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ആദ്യം വന്ന കേസിന്റെ അന്വേഷണ രീതിയിൽ നിന്നും നേരെ തിരിച്ചാണ് രണ്ടാമത്തെ റിപ്പോർട്ടുകൾ തന്നെ. ആദ്യം പറഞ്ഞത് തന്നെ കോൺട്രഡിക്ടറി ആയിട്ടാണ് രണ്ടാമത് പറഞ്ഞത്. അങ്ങനെ ഒരു ക്രിമിനൽ കേസിനെ പോലെ തന്നെയാണ് വിജിലൻസ്. ആ കേസുകളിൽ നിന്ന് ഇത്രമാത്രം ഒരു സ്വാധീനത്തിൽ അട്ടിമറിക്കാൻ പാടില്ല. അതിൽ വളരെയേറെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ഈ പറയപ്പെടുന്ന രണ്ടുപേരും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ, അതായത് തുടക്കത്തിൽ SP സുകേശൻ റിപ്പോർട്ട് നൽകുന്നു, മാണിക്കെതിരായി തെളിവുകളുണ്ട്, അത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പിന്നീട് ശങ്കർ റെഡ്ഡിയുടെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം റിപ്പോർട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ വിൻസെന്റ് പോളിന്റെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം റിപ്പോർട്ട് മാറ്റുന്നു. KM മാണി കുറ്റക്കാരനല്ല എന്ന റിപ്പോർട്ട് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നത് SP സുകേശൻ LDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അദ്ദേഹം കോടതിയിൽ ഹർജി നൽകുന്നു, പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. കോടതി പുനരന്വേഷണം നടത്താൻ അനുവാദം നൽകുകയും ചെയ്തിരിക്കുന്നു. അതിനിടയിലാണ് സുകേശനെതിരെ ഒരു ഹർജി കോടതിയിൽ എത്തുന്നത്. സുകേശിൻ്റെയും ശങ്കർ റെഡ്ഡിയുടെയും പങ്ക് അന്വേഷിക്കണം, കേസ് അട്ടിമറിക്കാൻ ഇരുവരും കൂട്ടുന്നു, ഇരുവർക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി വരുന്നു. വളരെ വിചിത്രമായി തന്നെ തോന്നുന്നില്ലേ? ഇപ്പോൾ കോടതിയിൽ തന്നെ ജേക്കബ് തോമസ് മറ്റൊരു മെമ്മോ നൽകുന്നു. ശങ്കർ റെഡ്ഡിയുടെ ഇടപെടലിലൂടെ SP സുകേശൻ തിരുത്തലുകൾ വരുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ശങ്കർ റെഡ്ഡിയുടെ ആജ്ഞാനുവർത്തിയായി സുകേശൻ മാറുകയായിരുന്നുവെന്ന്. എങ്ങനെയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ? ദുരൂഹതകളുടെ ഒരുപാട് ചുരുളുകൾ ഓരോ ദിവസവും അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സുകേഷിനെ സംബന്ധിച്ചിടത്തോളം സുകേഷിന് പിന്നെ ഈ മാറി മാറി റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ ഒരു അവിശ്വാസം സുകേഷിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസിൽ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചനുസരിച്ച് ഒരു കേസിന്റെ അന്വേഷണം തെറ്റായി നടത്തി എന്നുള്ള സുകേഷിന്റെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം സുകേഷിനെ സംബന്ധിച്ചിടത്തോളം SP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉത്തരബോധ്യമുള്ള കാര്യങ്ങളില് ഏത് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് കോടതിക്ക് സമർപ്പിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്ന അദ്ദേഹം മേലുദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ തിരുത്തി, അല്ലെങ്കിൽ തെളിവുകൾ കൊടുത്തില്ല, അല്ലെങ്കിൽ കേസ് തെളിവുണ്ടായിരുന്ന കേസ് കുറ്റപത്രം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് ഈ സുകേഷ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇത്തരം കാര്യങ്ങള്, ഫയലുകളിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്ന്, ഇത് പിടിക്കപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ പിടിക്കപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സത്യം പുറത്തു പറയാൻ തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീ സുകേശൻ രേഖാമൂലം കൊടുത്ത തെളിവാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ശങ്കർ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം ശങ്കർ റെഡ്ഡിക്ക് എതിരായിട്ടുള്ള ഒരു വലിയ കുറ്റപത്രമാണ് ഇപ്പോൾ ശ്രീ സുകേശൻ കൊടുത്ത കത്ത് എന്ന് പറയുന്നത്. അത് ശ്രീ ശങ്കർ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം എന്തിന് അദ്ദേഹം ഈ ഒരു നിലപാടെടുത്തു? ഈ ഗവൺമെന്റിലെ ഉന്നതനായ ഒരു മന്ത്രി പ്രതിയായ ഒരു കേസിൽ ശങ്കർ റെഡ്ഡിയെ പോലുള്ള ഒരു DGP റാങ്കിലിരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ ഏതായാലും എന്തിന് അദ്ദേഹം നിലപാടെടുത്തോളം അദ്ദേഹം പുറത്തു പറയേണ്ടി വരും. അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തുമാത്രമാണെന്നുള്ള ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇതിന് പിന്നിലെങ്കിൽ രാഷ്ട്രീയ ശക്തികളുണ്ടോ, ഭരണ സ്വാധീനം ആരെങ്കിലും ചെലുത്തിയിരുന്നോ എന്നുള്ളതൊക്കെ ഇനി ശങ്കർ റെഡ്ഡിയെ പോലെയുള്ള ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലുള്ള അന്വേഷണം പൂർത്തിയായി പുറത്തു വരുമ്പോൾ മാത്രമേ കഴിയൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ദുരൂഹതകളുടെ ചുരുളുകൾ ഓരോ ദിവസവും അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ സത്യം പുറത്തു വരുമെന്നുള്ള വിശ്വാസം ഇപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി ആന്റണി രാജു ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഒപ്പം ജേക്കബ് ജോർജ്, ബിജു രമേശ് എന്നിവർക്കും നന്ദി. ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ മുൻ വിജിലൻസ് ഡയറക്ടർമാർ ഇടപെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകൾ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് KG ദിനകറും നൽകിയത്.